ADGPയെയും അത് എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും ADGPയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള ADGPയുടെയും SP-യുടെയും കയ്യിലുണ്ട്. SP-യെയും ADGPയെയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട്. അപ്പം എന്തായി? ആര് ശശിയായി? ബാക്കിയുള്ളവരൊക്കെ ശശിയായി. നമസ്കാരം. ഇന്ന് KM ഷാജി വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പറയുകയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. അതായത് കൊടുങ്കാറ്റ് പോലെ പുലിയെ പോലെ ആക്രോശിച്ചുകൊണ്ട് ഗർജിച്ചുകൊണ്ട് നിന്ന നമ്മുടെ PV അൻവർ തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം എന്തായി? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ADGP അജിത് കുമാറും P ശശിയും അടക്കമെന്ന സംഘം സ്വർണം പൊട്ടിക്കുന്നു, സ്വർണം തട്ടിയെടുക്കുന്നു, സ്വർണ്ണ റാക്കറ്റ് നടത്തുന്നു, ആളെ കൊല്ലുന്നു, അതേപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ പറഞ്ഞിരുന്നത്. ആ PV അൻവർ പറഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവഗതികൾ എന്തൊക്കെയുണ്ടായി? അദ്ദേഹം തിരുവനന്തപുരത്ത് പോകുന്നു, പിണറായി വിജയനെ കാണുന്നു. അതിന് മുമ്പായി പിണറായി വിജയൻ ഒരു പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞതെന്താ? ADGP അജിത് കുമാറിനെ മാറ്റി അന്വേഷണം നടക്കുമെന്നാണ്. എന്നാൽ പിണറായി വിജയൻ PV അൻവറെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല. അതിന് കാരണം എന്താണ്? അത് ഞാൻ കൃത്യമായി പറഞ്ഞ പോലെ പിണറായി വിജയൻ PV അൻവറെ വരട്ടെ. എന്താ കാരണം? PV അൻവറയുടെ തട്ടിപ്പുകൾ, ക്രിമിനൽ സംഭവങ്ങളെല്ലാം തന്നെ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. അതെല്ലാം ADGP അജിത് കുമാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചപ്പോൾ PV അൻവർ പുലിയ എലിയായി മാറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ട എലിയനെ പോലെ നടക്കുന്ന ഒരു PV അൻവറയാണ്. ADGP അജിത് കുമാർ എന്ത് ചെയ്തു? പിണറായി വിജയനെ വരട്ടി. പിണറായി വിജയൻ്റെ എല്ലാ സകല തട്ടിപ്പുകളും, വിദേശത്തടക്കമുള്ള 10-25,000 കോടി രൂപയുടെ ആസ്തിയുടെ വിവരങ്ങളും എൻ്റെ കൈവശമുണ്ട്. ഇനി P ശശിയോ പിണറായി വിജയൻ ലാവ്ലിംഗ് കേസ് നടത്തിയ മുതൽ, ഐസ്ക്രീം പാർലർ തട്ടിപ്പ് നടത്തിയ മുതൽ ഇങ്ങോട്ടുള്ള സകല തട്ടിപ്പിൻ്റെയും എല്ലാ രേഖകളുമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തിയപ്പോൾ പിണറായി വിജയൻ ഫ്ലാറ്റായിരിക്കുകയാണ്. പിണറായി വിജയൻ പഴയ പോലെ ആ വലിയ ധീരതയുള്ള ആളല്ല. ധീരത പറഞ്ഞാൽ എപ്പോഴും ആക്രോശിക്കുന്ന ആളല്ല, പതുങ്ങിയിരിക്കുകയാണ്. ഇപ്പം പിണറായി വിജയൻ ആകെ പേടിച്ചരണ്ടിരിക്കുകയാണ്. താൻ വളർത്തിയ 2 പേർ തനിക്കെതിരെ വാളോങ്ങിയിരിക്കുന്നു. ADGP അജിത് കുമാറിനെ വളർത്തി ഇത്രയും പൊസിഷൻ എത്തിച്ചത് പിണറായി വിജയനാണ്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങളും കൈവശമുള്ള ഒരാളാണ് ADGP അജിത് കുമാർ അല്ലെ P ശശി. ശശി 1996 മുതൽ പിണറായി വിജയൻ്റെ സകല രഹസ്യം അറിയുന്ന ആളാണ്. ലാവ്ലിംഗ് കേസിലെ പണമിടപാടിൻ്റെ 8 കോടി രൂപ P ശശിക്കാണ് കൊണ്ടുകൊടുത്തത്. അതേപോലെ ADGP അജിത് കുമാറിന് പിണറായി വിജയൻ വിദേശത്ത് അടക്കം കൊണ്ടുപോയി, എല്ലാ നിയമങ്ങളും ലംഘിച്ച്. അപ്പോൾ ഈ അവസരത്തിൽ പിണറായി വിജയൻ്റെ പഴയ പ്രതാപമൊക്കെ പോയി ഇപ്പം ഭരിക്കുന്ന ആരാ? P ശശിയും അതേപോലെ ADGP അജിത് കുമാറുമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് KM ഷാജി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് പൂർണ്ണമായി കേൾക്കാം നമുക്ക്. ADGPയെയും അത് എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും ADGPയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള ADGPയുടെയും SP-യുടെയും കയ്യിലുണ്ട്. SP-യെയും ADGPയെയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട്. അപ്പം എന്തായി? ആര് ശശിയായി? ബാക്കിയുള്ളവരൊക്കെ ശശിയായി. അതാണ് ഇപ്പോൾ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത്ര ഇതിൻ്റെ കാര്യമുള്ളൂ. ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത്, ഇതൊക്കെ ശരി, ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത, അത്യധ്വാനം ചെയ്ത മീഡിയ അതിൻ്റെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം. 1 അല്ല, 10 അല്ല, 100 അല്ല, ഒരുപാട് പേർ. ആ ദുരന്തം നിങ്ങൾ മറന്നു പോകരുത്. ഇതിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റിഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു, പ്രഖ്യാപിച്ചിട്ടില്ല. ആ മനുഷ്യരിങ്ങനെ പൂർണ്ണ അനാഥരായവർ, സങ്കടങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇവരുടെ ഈ നെറികെട്ട ആളെ ശശിയാക്കണ ഈ ഏർപ്പാടുകൾക്കപ്പുറത്ത് അത് മറന്നു പോകരുത് എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അൻവർ പറയണത് അൻവറിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിൻ്റെ പാർക്ക് പൂട്ടിച്ചത് പറയാം, അൻവറിൻ്റെ പേരിൽ കേസെടുത്തത് പറയാം, അൻവറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. പക്ഷെ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ്. ADGPയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ്.
ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിൻ്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അൻവർ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ കരിമ്പുലിനെ കുറിച്ചല്ല പറയുന്നത്, ജപ്പാൻ കുടിവെള്ളത്തെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള ADGP പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ? ഇപ്പോൾ CPIയിലെ വയനാട് ജില്ലയിലെ CPIയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പക്ഷേ എവിടെയോ അത് മിസ്സായില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ആ വൈറ്റ് കാർഡിൻ്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്ന് വെച്ചാൽ രാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് ADGP എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി, മറ്റൊന്ന് ഭരണകക്ഷിയുടെ MLA. ആ MLA സപ്പോർട്ട് ചെയ്തതിൻ്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി MLA, മറ്റൊരു മുൻ ഭരണകക്ഷി MLA വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയാം. ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക? അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും ADGPയെ കുറിച്ച് SI അല്ല. പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് CBI പോലെയുള്ള ഒരു ഏജൻസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ ഓൺ ചെയ്യാണ്. ഞങ്ങളുടെ പാർട്ടിയെ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും. അതുകൊണ്ട് അന്വേഷണം ഏതായാലും ഈ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ്മാഷെ കുറിച്ച് അന്വേഷിക്കാൻ ഭാഷ ഏൽപ്പിക്കുന്ന പണി ശരിയായ പണിയല്ല.